അടുത്തിടയ്ക്ക് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തു. ഇത്തവണ സർവീസ് സെൻറ്ററിലൊന്നും പോയില്ല. പണ്ട് നമ്മൾ സ്പ്ലെൻഡറൊക്കെ ചെയ്തപോലെ സ്പ്ലെൻഡർ ആകെ ആ ഓതറൈസ്ഡ് ഇതിന് മാത്രമേ സർവീസ് സെൻറ്ററിൽ പോയിട്ടുള്ളൂ. അപ്പോൾ 19 കൊല്ലം ആ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. അല്ലാത്ത മുഴുവൻ ഞാൻ തന്നെ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. 2000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. കാസ്ട്രോളിൻ്റെ ഓയിൽ എനിക്ക് തോന്നുന്നു 16 കൊല്ലം ഉപയോഗിച്ചത്. കാസ്ട്രോളിൻ്റെ ഫേക്ക് ഇറങ്ങണ്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് ആഴൊക്കെ വരുന്നപ്പോഴാണ് സെർവോയുടെ ആകുമ്പോൾ പിന്നെ അവരുടെ മറ്റേ ഇതില്ല എന്നാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് വന്നായതുകൊണ്ട് അത് അവരുടെ ഓതറൈസ്ഡ് ഔട്ട്ലെറ്റിൽ നിന്ന് വന്നായത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സ് സെർവോ ഉപയോഗിച്ചു. ആദ്യത്തെ 16 വർഷം കാസ്ട്രോൾ ഉപയോഗിച്ചു. പഴയ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ 97 മേടിച്ച സ്പ്ലെൻഡർ ആദ്യത്തെ 16 വർഷം കാസ്ട്രോൾ ഉപയോഗിച്ചു. ഗിയർ ഓയിൽ, എൻജിൻ ഓയിൽ. ലാസ്റ്റ് 3 ഇയേഴ്സ് സെർവോ ഉപയോഗിച്ചു. ഹോണ്ട ആക്ടിവ 125 ഹോണ്ട ആക്ടിവ 125 ആദ്യത്തെ 9 വർഷം ഹോണ്ടയുടെ ഓയിൽ. ഹോണ്ടയുടെ ഓയിൽ എന്ന് പറയാൻ പറ്റില്ല. ഹോണ്ട സ്വന്തമായിട്ട് ഓയിലൊന്നും ഉണ്ടാക്കണില്ല. ഒരു ജാപ്പനീസ് കമ്പനിയും പിന്നെ 1-2 ഇന്ത്യൻ കമ്പനികൾ. ജാപ്പനീസ് കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. 1-2 ഇന്ത്യൻ കമ്പനികൾ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഓയിൽ ഉണ്ടാക്കാൻ കൊടുത്തേക്കാം. സ്പെസിഫിക്കേഷൻ ഹോണ്ട കൊടുക്കും. ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അവർ ഓയിൽ ഉണ്ടാക്കും. അത് ആ ഓയിൽ 4 മന്ത്സ് അല്ലെങ്കിൽ 4000 കിലോമീറ്റർ വിച്ച് എവർ കംസ് എയർലിയർ നമ്മൾ മാറ്റണം. 4000 കിലോമീറ്റർ ഒരിക്കലും വരാറില്ല 4 മന്ത്സിനുള്ളിൽ. അതുകൊണ്ട് മിക്കവാറും 4 മന്ത്സിലാണ് അത് മാറ്റിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ച ഈ കാസ്ട്രോൾ 6 മന്ത്സ് അല്ലെങ്കിൽ 2000 to 3000 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 6 മന്ത്സ് അല്ലെങ്കിൽ 2000 കിലോമീറ്റർ എന്ന് ഓർത്താൽ അപ്പോൾ 6 മന്ത്സിൽ മാറ്റിയാൽ മതി എന്ന് ഓർത്തായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. അതായത് മാനുഫാക്ചർ 4 മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മന്ത്സിനുള്ളിൽ മാറ്റണം എന്നാണ്. കാസ്ട്രോളോ ചിലപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ ഷെല്ലിനൊക്കെ കൂടുതൽ ലൈഫ് ഉണ്ടെങ്കിൽ ഈ മാനുഫാക്ചർ ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണെന്ന് പറഞ്ഞാൽ അത് അവരുടെ എൻജിൻ അതനുസരിച്ചായിരിക്കും അവർ. അപ്പോൾ 3-4 മന്ത്സിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അത് അവരുടെ എൻജിൻ ഇഷ്യൂസ് ഉണ്ടാക്കുമായിരിക്കും. മാനുഫാക്ചർ അങ്ങനെ 4 മന്ത്സ് എന്നൊരു ബൈൻഡിങ് കൊടുത്തേക്കണമുണ്ട്. മറ്റേ ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ ജപ്പാനിൻ്റെ ഒരു കമ്പനിയും ഇന്ത്യയിലെ 1-2 കമ്പനികളാണ് ഹോണ്ടയ്ക്ക് വേണ്ടി ഓയിൽ ഉണ്ടാക്കുന്നത്. അവർക്കും ചിലപ്പോൾ 6 മന്ത്സ് ലൈഫ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർ അത് 4 മന്ത്സ് എന്നാണ് ഹോണ്ട കൊടുത്തേക്കുന്ന ഒരു ലിമിറ്റ്. അപ്പോൾ ഇപ്പോൾ കാസ്ട്രോൾ ഇട്ടാലും ഷെല്ലോ മൊബൈലോ ടോട്ടലോ മറ്റെന്തിട്ടാലും ആ 4 മന്ത്സിനുള്ളിൽ മാറ്റണമായിരിക്കും നല്ലത്. കിലോമീറ്റർ 2000 ഓർ 4 മന്ത്സ്. ഞാനിപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 മന്ത്സ് വിച്ച് വർക്കാൻ ഫസ്റ്റ് അന്നേരം മാറ്റുക എന്നുള്ളത്. നന്നാക്കുന്ന ആളും അതാ പറയുന്നത്. മറ്റേ അജിയില്ല അവിടുത്തെ വർക്ക്ഷോപ്പിലുള്ള ഈ ലോക്കൽ വർക്ക്ഷോപ്പ് പുള്ളിയും പറഞ്ഞത് 2000 കിലോമീറ്റർ മാറ്റണം നല്ലതെന്നാണ്. അല്ലെങ്കിൽ 2000 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ പിന്നിട്ട് ചെക്ക് ചെയ്ത് ഓയിൽ ഓക്കെ ആണോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 2000 മാറ്റിയാൽ പിന്നെ അങ്ങനെ നോക്കാനൊന്നുമില്ല. 2000 ഏതായാലും അതിനൊരു ഡാമേജും വരില്ല. 2000 കിലോമീറ്റർ കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും സേഫ് എന്നാണ്. ഈ ലോക്കൽ റിപ്പയർ പീപ്പിൾസൊക്കെ പറയുന്നത്. ചിലർ 3000 കിലോമീറ്റർ കഴിഞ്ഞ് മാറ്റുന്നവരുണ്ട് കേട്ടോ. ഈ കാസ്ട്രോളിൻ്റെ ഒക്കെ 6 മന്ത്സ് കഴിഞ്ഞ് മാറ്റുന്നവരുണ്ട്. പലരും 6 മന്ത്സ് അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ 4000 കിലോമീറ്റർ വരെ കഴിഞ്ഞ് മാറ്റുന്നവരുണ്ട്. പലരും പല അഭിപ്രായം. ഇൻ്റർനെറ്റിൽ ചിലർ പറഞ്ഞാൽ 2500 കഴിയുമ്പോഴത്തേക്കും അത്ര ഇതാവും. 2500-നുള്ളിലെങ്കിലും മാറ്റണമെന്നാണ് ചിലർ പറഞ്ഞു. 2000 ആയിരിക്കും
ഞാൻ 2000 മാറ്റാമെന്ന് ഓർത്തിരിക്കുന്നത്. എൻജിൻ ഓയിൽ, കാറിൻ്റെ ഓയിൽ ടൊയോട്ടയുടെ സ്പെസിഫിക്കേഷൻ കാസ്ട്രോള്, മൊബൈൽ 1, ടൊയോട്ട ഓയിൽ, ഇത് മൂന്നിനും 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വിച്ച് ഓർ കംസ് എയർലിയർ. 1 ഇയറിനുള്ളിൽ മാറ്റണം എന്നുള്ളതാണ് അവരുടെ ടൊയോട്ടയുടെ ഇത്. ഇപ്പോൾ സിന്തറ്റിക് ഓയിലാണെങ്കിലും മൊബൈലിൻ്റെയും കാസ്ട്രോളിൻ്റെ ഒക്കെ സിന്തറ്റിക് ഓയിലാണ്, മറ്റേ ടൊയോട്ടയുടെ സെമി സിന്തറ്റിക്കാണ്. സിന്തറ്റിക് ഉപയോഗിച്ചാലും 1 ഇയറിനുള്ളിൽ മാറ്റണം എന്നുള്ളതാണ് അവർ പറയുന്നത്, ടൊയോട്ട പറയുന്നത്. 10,000 കിലോമീറ്റർ നമുക്ക് വരില്ല, നമുക്ക് 4,000 5,000 കിലോമീറ്റേഴ്സ് വരുള്ളൂ. അതുകൊണ്ട് കിലോമീറ്റർ ഒരു ഇഷ്യൂ അല്ല, നമ്മൾ ആ ഇത് മാത്രം നോക്കിയാൽ മതി. 10,000 ഇതേവരെ ഞാൻ കാർ മേടിച്ചിട്ട് ഒരു കാറിലും വന്നിട്ടില്ല. കാരണം നമ്മുടെ ഓട്ടം കുറേ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സ്കൂട്ടറിൽ ചെറിയ ചെറിയ പല ഓട്ടങ്ങൾ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കൊല്ലഞ്ചേരി വരെ പോയി വരാൻ കാർ എടുത്തുകൊണ്ട് എപ്പോഴും പോക്ക് എളുപ്പമല്ല. അപ്പോൾ നമ്മളൊരു പച്ചക്കറി മേടിക്കണം, അല്ലെങ്കിൽ 2 കിലോ, അല്ലെങ്കിൽ ഒരു 10-20 മുട്ട മേടിക്കണം, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, അല്ലെങ്കിൽ ഒരു ഗ്രോസറി മേടിക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ കാർ എടുത്തുകൊണ്ട് എപ്പോഴും പോകലും എളുപ്പമല്ല. സ്കൂട്ടർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് വരാം. അപ്പോൾ അങ്ങനെയുള്ള ചില പർപ്പസുകളുണ്ട്. നമ്മുടെ ഈ ഓട്ടം ഡിവൈഡായി പോകും. നമ്മൾ ഈ ലോക്കലായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഓട്ടങ്ങളെല്ലാം കാറിലേക്ക്, വൈഫിൻ്റെ കൂടെ പോണതും വൈഫിൻ്റെയും പിള്ളേരുടെ, വൈഫിനെ നേരത്തെ സ്കൂട്ടറിൽ പോകുമായിരുന്നു. ഇപ്പോൾ വൈഫിനെ മറ്റേ ഇതില്ല, യൂട്രസ് റിമൂവൽ സർജറിക്ക് ശേഷം ഈ ഒരുപാട് മറ്റേ ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും ഒരുപാട് ദൂരം. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് കാറിലേക്ക് മാറ്റി. പിന്നെ ഏജും ആയില്ല ആളുകൾക്കൊക്കെ, 50s കിടന്നു. ഞാൻ 57 ആവാറായി. അതും ഒരു ഫാക്ടർ. ഇവിടുന്ന് കങ്കരപ്പടിയൊക്കെ ഞാനിപ്പോഴും ആസ്റ്റർ വരെ പോയി സ്കൂട്ടറിൽ ഒറ്റയ്ക്ക് പോയപ്പോൾ. വേറൊരാളെ ഉണ്ട്. little